ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് 18ാമത്തെ സങ്കീർത്തനമാണ് ഒന്ന് ധ്യാനിക്കുന്നത്. 50 വചനങ്ങളുള്ള ഒരു സങ്കീർത്തനമാണ്. വിജയത്തിൽ കൃതജ്ഞതാ സ്തോത്രഗീതം എന്നുള്ളതാണ് സങ്കീർത്തനത്തിന്റെ ഒരു തലക്കെട്ട്. ഈ സങ്കീർത്തനത്തോട് ഒരുപക്ഷെ നമുക്ക് സാമ്യമുള്ളതായിട്ട് തോന്നാം 2 ശമൂവേലിന്റെ പുസ്തകം 22ാമത്തെ അധ്യായം. രണ്ടും ദാവീദിൻ്റെതായിട്ടാണ് കരുതുന്നത്. ഇത് ഒരു കൃതജ്ഞതാ സങ്കീർത്തനമാണ്. ദൈവത്തിന് മുൻപിൽ രാജാവ് നന്ദി പറയുന്ന ഒരു സന്ദർഭമാണ്. ദൈവത്തിൽ നിന്നുള്ള അകൽച്ച ശത്രുവിലേക്കുള്ള ഒരു അടുപ്പമായിട്ട്, ദൈവഭക്തന് മരണവുമായിട്ടൊക്കെയാണ് പ്രതിപാദിക്കുന്നത്. യുദ്ധം ചെയ്യുന്നത് രാജാവാണെങ്കിലും വിജയം നൽകുന്നത് ദൈവമാണ്. കാരണം ശത്രുവിന്റെ ശക്തി പാതാളത്തിലാണെങ്കിൽ ദൈവത്തിന്റെ ശക്തി ആകാശത്തിന്റെയും ഭൂമിയുടേതാണ്. കർത്താവ് ജീവിക്കുന്നവനാണെന്നും നമ്മുടെ ശിലയും രക്ഷിക്കുന്നവനാണെന്നും ഈ സങ്കീർത്തകൻ എടുത്തു പറയുന്നു. ദൈവീക രക്ഷയുടെ സങ്കീർത്തനമാണ് ഈ സങ്കീർത്തനം. ഇതിന്റെ ഉള്ളടക്കം രാജാവായ ദാവീദിനോട് കാട്ടിയ രക്ഷയും കാരുണ്യവും തലമുറകളായിട്ട് ഇത് നിലനിൽക്കുകയാണ് ചെയ്യുന്നത്. ദൈവമേ, മരണത്തിന്റെ പാതാളത്തിൽ നിന്ന് രക്ഷിച്ചതിനും വിശ്വസ്ത സ്നേഹത്തിൽ ഞങ്ങളെ നയിക്കുന്നതിനും ഞങ്ങൾ നന്ദി പറയുന്നു. അവിടുന്ന് ഞങ്ങളെ നിത്യം രക്ഷിക്കുന്നവനാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങൾക്ക് ഈ ലോകത്തിൽ നൽകിയിട്ടുള്ള എല്ലാ അനുഗ്രഹങ്ങൾക്കും ദൈവത്തിന് നന്ദി പറയുകയാണ് ചെയ്യുന്നത്. ഞങ്ങൾ മറന്നുപോയിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അങ്ങേക്ക് ഞങ്ങൾ ഇതാ നന്ദിയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. ദൈവം സമർത്ഥമായിട്ട് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. വചനവയൽ ആപ്പ് എക്കാലത്തെയും വചന പഠനത്തിനുള്ള ബൈബിൾ ക്വിസുകൾക്കുള്ള ഉത്തമ സഹായി. ഇന്നു തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ഈ ബുക്കുകൾ സ്വന്തമാക്കൂ. ലോഗോസ് ക്ലബ് അംഗത്വമെടുത്ത് ലോഗോസിനായി ഒരുങ്ങാം. വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം. www.vajanavayal.com എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ്. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന 1,00,000-ൽ പരം ചോദ്യോത്തരങ്ങൾ. എക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയൽ ആപ്പ്.